പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു പ്രക്രിയയുടെ പര്യായ പദമാണ് മഹാത്മാഗാന്ധി. അതെ, അങ്ങനെയാണ്. ഒരേ സമയം തന്നിലും പുറത്തും നടത്തിയ പരീക്ഷണങ്ങളിലൂടെ, സ്വയം വികാസ സന്നദ്ധതയിലൂടെ, തെറ്റിയും തിരുത്തിയും സഹനങ്ങളുടെ കടൽവഴികളിലൂടെ കടന്നുപോയ മഹാത്മാഗാന്ധി എന്ന മഹാമനുഷ്യനെ മറ്റ് സാമാന്യതകളുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അളക്കാനോ വിധിക്കാനോ സാധ്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ സമാനതകളില്ലാത്തതാണ്. മാത്രമല്ല, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സത്യത്തെ അന്വേഷിച്ചുള്ള പരീക്ഷണം എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ മാർഗം ദുഷ്കരമാണ്. ആർക്കും ചെയ്യാം. ഞാൻ എൻ്റെ വഴിയിലൂടെയാണ് ഈ പരീക്ഷണം നടത്തുന്നത്, മറ്റൊരാൾ എന്നെ അനുകരിക്കരുത്. കൽപ്പറ്റ പറഞ്ഞതുപോലെ നമ്മുടെ ചിഹ്നങ്ങൾ എടുത്ത് മാറ്റി വെച്ച് വരയ്ക്കാൻ എളുപ്പമാണ് ഗാന്ധിയെ, 3 വര മതി. താങ്കൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. അതാണ് ഗാന്ധിയുടെ ഒരു പ്രത്യേകത. ഗാന്ധിയുടെ ആത്യന്തിക ലക്ഷ്യം, ഗാന്ധിയുടെ ജീവിത ദർശനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യവംശത്തിൻ്റെ ഉണ്മയും വിമോചനവുമാണ്. അതെ, അത് നിസ്വാർത്ഥമായ സേവനമാണ് ഗാന്ധിയുടെ. ഓക്കെ, അപ്പോൾ ഗാന്ധി വളരെ ഗൗരവമായി ആദ്യം പഠനങ്ങളിൽ ഏർപ്പെടുന്നത് ലോകത്തിലെ മതങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാന മതങ്ങളെക്കുറിച്ച് ഗാന്ധിയെ പോലെ ആഴത്തിൽ പഠനം നടത്തിയ മറ്റൊരു നേതാവുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം 1893 അദ്ദേഹം കപ്പലിറങ്ങുന്നത് ഡർബനിലാണ്. ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള യാത്രക്കിടയിലാണ് 1893 മെയ് 31 പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കറുത്ത വർഗ്ഗക്കാരനായതിനാൽ നിയമപ്രകാരം തന്നെയാണ് അദ്ദേഹം ടിക്കറ്റ് എടുക്കുന്നത്. ആ ടിക്കറ്റ്, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് നോക്കുന്നത് ദാദാ അബ്ദുള്ള സേട്ടാണ്. മാത്രമല്ല, അദ്ദേഹം വളരെ റെയിൽവേ ഉദ്യോഗസ്ഥനോട് വളരെ കൃത്യമായി പറയുന്നുണ്ട്, എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ റെയിൽവേ ഇൻസ്പെക്ടർ പറയും, ടിക്കറ്റ് എക്സാമിനർ പറയും, നിങ്ങൾ കറുത്തവർക്ക് യു കാൺ ട്രാവൽ ഇൻ ദിസ്, ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. പോലീസിനെ വിളിച്ചോന്ന് പറയും. ഗാന്ധി ഇറങ്ങാൻ സന്നദ്ധനാകുന്നില്ല. അപ്പോഴാണ് ഗാന്ധിയെ വലിച്ച് പ്ലാറ്റ്ഫോമിലേക്ക്. അതൊരു നിയമപരമായി വളരെ മോശമായിട്ട്. അപ്പോഴാണ് ഗാന്ധി അന്ന് രാത്രി ഉറങ്ങാതെ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചെറിയ വിശ്രമ മുറിയിൽ, അന്ന് വലിയ തണുപ്പുള്ള രാത്രിയാണ്, കൊടും തണുപ്പുള്ള രാത്രിയാണ്, അവിടെ ഇങ്ങനെ ഒറ്റക്കിങ്ങനെ ഇരിക്കും, കോട്ടൊക്കെ ഇട്ടിട്ടുള്ള. അദ്ദേഹം അപ്പോൾ 2 ഓപ്ഷനാണ് ഗാന്ധിയുടെ മുമ്പിൽ. ഒന്നുകിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുക, 2 ഇവിടെ തുടരുക. ഗാന്ധി തുടരാൻ തീരുമാനിക്കുന്നു. 1938 എത്രയോ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ മിഷണറിയായ ഫാദർ ജോൺ മോട്ട് ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും സൃഷ്ടിപരമായ അനുഭവം ഏതായിരുന്നു? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്. എന്നിട്ട് മാത്രമല്ല, ഗാന്ധി പറയുന്നത്, ആ രാത്രിയിൽ ഞാൻ എൻ്റെ അഹിംസാ സമരം ആരംഭിച്ചു.